Our next topic is preparation of colloids. കൊളോയിഡ്സിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? പല മെത്തേഡുകളുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കെമിക്കൽ മെത്തേഡ്സ്. കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കെമിക്കൽ റിയാക്ഷൻ്റെ പല ടൈപ്പുകൾ വരും. അതായത് ഡീകമ്പോസിഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഇത്തരത്തിലുള്ളതൊക്കെയാണ് കെമിക്കൽ മെത്തേഡിൽ വരിക. നമുക്ക് ഒരു 4 എക്സാമ്പിളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആഴ്സനിക് സൾഫൈഡ് സോൾ ഉണ്ടാക്കലാണ്. As2S3 ആഴ്സനിക് സൾഫൈഡ് സോൾ. എന്താ നമ്മൾ ചെയ്ത്? ആഴ്സനിക് ഓക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. ആഴ്സനിക് ഓക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ആഴ്സനിക് സൾഫൈഡ് സോൾ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ആഴ്സനിക് ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ് ആർ റിയാക്റ്റഡ്. അവിടെ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനാണ് നടക്കുക അല്ലേ? കാരണം ഓക്സിജനും സൾഫറും അവിടെ നിന്ന് എന്ത് ചെയ്തു? ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു. രണ്ടാളും അവിടുന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആഴ്സനിക് സൾഫൈഡ് സോൾ ഉണ്ടായി. രണ്ടാമത്തെ കേസിൽ നമ്മൾ നോക്കുന്നത് സൾഫർ സോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സൾഫർ സോൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നത് SO2 + 2H2S. സൾഫർ ഡയോക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് സൾഫർ സോളും H2Oയും ഉണ്ടാകുന്നു. സൾഫർ ഡയോക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും റിയാക്ട് ചെയ്തിട്ട് സൾഫർ സോൾ അതേപോലെ തന്നെ വാട്ടർ മോളിക്യൂൾ H2Oയും ഫോം ചെയ്യുന്നു. മൂന്നാമത്തെ കേസിൽ ഗോൾഡ് സോളാണ് ഉണ്ടാക്കുന്നത്. AU ഗോൾഡ് സോൾ. എന്താ റിയാക്ഷൻ? 2AuCl3 ഗോൾഡ് ക്ലോറൈഡ് 2AuCl3 + 3HCHO ഫോർമാൽഡിഹൈഡ് + 3H2O. 2AuCl3 + 3HCHO + 3H2O gives 2Au ഗോൾഡ് സോള് പ്ലസ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആരുണ്ട്? HCOOH ഫോമിക് ആസിഡ് ഉണ്ട് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദ ലാസ്റ്റ് വൺ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളിൻ്റെ പ്രിപ്പറേഷനാണ്. ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ഫെറിക് ക്ലോറൈഡിലേക്ക് വെള്ളം ചേർക്കുക. ഫെറിക് ക്ലോറൈഡ് + 3H2O gives FeOH thrice ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ + 3HCl. ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ + 3HCl. അപ്പോൾ നമ്മൾ കെമിക്കൽ മെത്തേഡിലൂടെ 4 സോളുകളാണ് ഇവിടെ ഉണ്ടാക്കിയത്. ആഴ്സനിക് സൾഫൈഡ് സോൾ അതുണ്ടാക്കാൻ ആഴ്സനിക് ഓക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും തമ്മിൽ റിയാക്ട് ചെയ്യാം. സൾഫർ സോൾ ഉണ്ടാക്കാൻ സൾഫർ ഡയോക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. ഗോൾഡ് സോൾ ഉണ്ടാക്കാൻ ഗോൾഡ് ക്ലോറൈഡും ഫോർമാൽഡിഹൈഡ് + വാട്ടർ. ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ നിർമ്മിക്കാൻ വേണ്ടി ഫെറിക് ക്ലോറൈഡ് + വാട്ടർ. ഓക്കെ, ഇതാണ് കെമിക്കൽ മെത്തേഡിലൂടെ ഇങ്ങനെയാണ് നമ്മൾ സോളുകളെ അതായത് കൊളോയിഡുകളെ പ്രിപ്പയർ ചെയ്യുക. കൊളോയിഡ് എന്നുള്ളതിൻ്റെ വേറൊരു വാക്കാണെന്ത്? സോൾ. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സിലെ രണ്ടാമത്തെ മെത്തേഡ് ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ മെത്തേഡ് ഓർ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ മെത്തേഡ് ഓർ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ശ്രദ്ധിക്കേണ്ടത് മെറ്റാലിക് സോളുകൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുക. അതിന് നമ്മൾ ആദ്യം ചെയ്യണത് ഒരു ഐസ് ബാത്ത് എടുത്തു. ഒരു ഐസ് ബാത്ത്. എന്നിട്ട് നമ്മൾ ഏത് മെറ്റലിൻ്റെ സോളാണോ നമുക്ക് ആവശ്യമുള്ളത്, ഇപ്പോൾ സിൽവറിൻ്റെ സോളാണെങ്കിൽ സിൽവർ മെറ്റൽ എടുക്കുക, ഗോൾഡ് സോളാണെങ്കിൽ ഗോൾഡ് മെറ്റൽ എടുക്കുക. ഏത് മെറ്റലിൻ്റെ സോളാണോ ആവശ്യമുള്ളത് ആ വസ്തുവിനെ നമ്മൾ ഇലക്ട്രോഡായിട്ട് എടുക്കുക. ആ വസ്തുവിനെ ഇലക്ട്രോഡായിട്ട് എടുത്തു. പോസിറ്റീവ് ചാർജ് ഇലക്ട്രോഡും ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഇലക്ട്രോഡും എടുത്തു. എന്നിട്ട് അതെന്ത് ചെയ്തു? അതിൻ്റേതായ ഡിസ്പേഷൻ മീഡിയത്തിൽ ഇമ്മേഴ്സ് ചെയ്തു, മുക്കി വെച്ചു. അപ്പോൾ ഏത് മെറ്റലിൻ്റെ സോളാണോ വേണ്ടത് ആ മെറ്റൽ കഷ്ണമാണ് ഇലക്ട്രോഡായിട്ട് എടുക്കുക. ദെൻ ഇനി നമ്മൾ ചൂടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡ്യൂ ടു ഹൈ ഹീറ്റ്, നല്ല ഹീറ്റ് കൊണ്ട് ഇവിടുത്തെ മെറ്റലിൻ്റെ കഷ്ണങ്ങൾ എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്യും. ഈ ഇവാപ്പറേറ്റ് ചെയ്ത് പോയ വസ്തുക്കളൊക്കെ കണ്ടൻസ് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യും? ഇവിടെ ഒരു മെറ്റൽ ആർക്ക് ഉണ്ട്, മെറ്റലിൻ്റെ ഒരു ആർക്ക്, അതുമ്പോൾ തട്ടിയിട്ട് സാധനമൊക്കെ അങ്ങോട്ട് കണ്ടൻസ് ചെയ്ത് വന്നു. ആ കണ്ടൻസ് ചെയ്ത വസ്തു ഒരു സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ആ സോളിഡ് സ്റ്റേറ്റിലുള്ള വസ്തുവിന് കൊളോയിഡൽ സൈസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം?
മെറ്റാലിക് സോളുകൾ പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. അതായത് 2 ഇലക്ട്രോഡുകൾ ആനോഡും കാഥോഡും ഡിസ്പേർഷൻ മീഡിയത്തിൽ മുക്കി വെച്ചു. ദെൻ നമ്മൾ ഇവർ തമ്മിൽ എന്തുണ്ട്, ഒരു ആർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ തമ്മിൽ ഒരു ആർക്ക് രൂപത്തിലാണ്. അത് സ്വാഭാവികമായിട്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂ ടു ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് ഹീറ്റ് മെറ്റൽ വേപ്പറൈസസ് ആൻഡ് ദെൻ കണ്ടൻസസ് ടു ഫോം എ സോളിഡ്. ഒരു സോളിഡ് ആയിട്ടുള്ള വസ്തു ആയിട്ട് മാറും. കണ്ടൻസ് ചെയ്തിട്ട് ഒരു സോളിഡ് ആയിട്ടുള്ള വസ്തുവായിട്ട് മാറും. അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് എത്രയാണ്? 1 to 1000 നാനോമീറ്ററിൻ്റെ ഇടയിലാണ്. അതായത് കൊളോയിഡൽ സൈസിലാണ് വരിക. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മെറ്റാലിക് സോളുകൾ നമുക്ക് അവിടുന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കിട്ടിയ സാധനം അത്ര സ്റ്റേബിൾ ആവില്ല. അപ്പോൾ ആ ഒരു സോള് സ്റ്റേബിൾ ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ മെറ്റാലിക് സോളുകൾ സാധാരണ എന്ത് ചെയ്യും, സ്റ്റെബിലൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡിലൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ചില സോളുകളാണ് പ്ലാറ്റിനം സോള്, ഗോൾഡ് സോള്, സിൽവർ സോൾ എക്സെട്ര. പ്ലാറ്റിനം സോള്, ഗോൾഡ് സോള്, സിൽവർ സോൾ എക്സെട്ര. ഓക്കെ. സോ പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് പെപ്റ്റൈസേഷൻ. പെപ്റ്റൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് അടിഞ്ഞു കൂടിയതാണ്. പാർട്ടിക്കിൾ സൈസ് വളരെ വലുതായിരിക്കും. ഈ പ്രസിപ്പിറ്റേറ്റിലേക്ക് ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റിലേക്ക് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ട് അതിനെന്താക്കി മാറ്റുക, കൊളോയിഡ് ആക്കിയിട്ട് മാറ്റാം. പ്രസിപ്പിറ്റേറ്റിലേക്ക് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രസിപ്പിറ്റേറ്റ് ഡിസോസിയേറ്റ് ചെയ്യും. അങ്ങനെ അത് കൊളോയിഡൽ സൈസിലേക്ക് വരും. അപ്പോൾ ദ കൺവേർഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ് ഇൻ ടു കൊളോയിഡ് in presence of an electrolyte, that is called peptization. Conversion of precipitate into colloidal sol. എങ്ങനെ? ബൈ ഷെയ്ക്കിങ് ഇറ്റ് വിത്ത് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേർഷൻ മീഡിയവുമായിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. ഇൻ ദ പ്രസൻസ് ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്. കുറച്ച് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റിനെ എവിടേക്ക് കൺവേർട്ട് ചെയ്യുക? കൊളോയിഡ് ആക്കി കൺവേർട്ട് ചെയ്യുക. ആ പ്രോസസ്സിൻ്റെ പേരാണ് പെപ്റ്റൈസേഷൻ. ഈ പെപ്റ്റൈസേഷൻ നടക്കുമ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആ ഇലക്ട്രോലൈറ്റിനെ പറഞ്ഞ പേരാണ് പെപ്റ്റൈസിങ് ഏജൻറ്റ്. പെപ്റ്റൈസേഷൻ സമയത്ത് നമ്മളവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ പേരെന്താണ്? പെപ്റ്റൈസിങ് ഏജൻറ്റ് എന്നാണ് വിളിക്കുക. പെപ്റ്റൈസിങ് ഏജൻറ്റ്. ദിസ് മെത്തേഡ് ഈസ് അപ്ലൈഡ് ടു കൺവേർട്ട് എ ഫ്രഷ്ലി പ്രിപ്പയർഡ് പ്രസിപ്പിറ്റേറ്റ് ഇൻ ടു കൊളോയിഡൽ സോൾ. ഫ്രഷ്ലി പ്രിപ്പയർഡ് പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡൽ സോളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് സാധാരണയായിട്ട് ഉപയോഗിക്കുക. അതായത് നമ്മൾ സാധാരണ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറിക് ഹൈഡ്രോക്സൈഡിനെ ഫെറിക് ക്ലോറൈഡ് കൊളോയിഡാക്കി മാറ്റാൻ വേണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രഷ്ലി precipitate or freshly prepared ferric chloride can be peptized to reddish brown salt by the addition of small quantity of ferric chloride solution. അപ്പോൾ ഇവിടെ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? പെപ്റ്റൈസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ 3 മെത്തേഡാണ് നമുക്ക് പ്രിപ്പറേഷൻ മെത്തേഡിലുള്ളത്. ഒന്ന് ഫസ്റ്റ് വൺ കെമിക്കൽ മെത്തേഡ്, ദെൻ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്, ദെൻ പെപ്റ്റൈസേഷൻ. പെപ്റ്റൈസേഷൻ മീൻസ് conversion of precipitate into colloid by the addition of small amount of electrolyte. That electrolyte is known as peptizing agent. ആ ഇലക്ട്രോലൈറ്റിൻ്റെ പേരെന്താണ്? പെപ്റ്റൈസിങ് ഏജൻറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ. നമ്മളിപ്പോൾ കൊളോയിഡൽ സൊല്യൂഷൻ അല്ലെങ്കിൽ കൊളോയിഡ്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി ആ പ്രിപ്പയർ ചെയ്ത കൊളോയിഡ്സിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ആ ഇമ്പ്യൂരിറ്റീസിനെ ഏറ്റവും റിക്വസൈറ്റ് മിനിമം, ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് എന്ത് ചെയ്യണം? ഇമ്പ്യൂരിറ്റി കൊണ്ടുവരണം. അല്ലെങ്കിൽ പരമാവധി ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് അവിടുന്ന് റിമൂവ് ചെയ്യണം. ആ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ പേരാണെന്ത്? പ്യൂരിഫിക്കേഷൻ. അല്ലെങ്കിൽ ആ ഇമ്പ്യൂരിറ്റി തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ കൊളോയിഡിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കൊളോയിഡിൻ്റെ സ്റ്റെബിലിറ്റി ഇല്ലാതാക്കാൻ ആർക്ക് കഴിയും? ഇമ്പ്യൂരിറ്റീസിന് കഴിയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഇമ്പ്യൂരിറ്റീസിനെ നിർബന്ധമായിട്ടും റിമൂവ് ചെയ്യണം. ദാറ്റ് ഈസ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. ഏതൊക്കെ മെത്തേഡിലൂടെയാണ് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുക എന്ന് നോക്കാം.
ഫസ്റ്റ് മെത്തേഡ് ഡയാലിസിസ് എന്ന് പറയും. എന്താണ് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് എ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ് ഫ്രം എ കൊളോയിഡൽ സൊല്യൂഷൻ ബൈ മീൻസ് ഓഫ് ഡിഫ്യൂഷൻ ത്രൂ എ suitable membrane. അതായത് പ്രോസസ് ഓഫ് റിമൂവിങ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ് ഫ്രം എ കൊളോയിഡൽ സൊല്യൂഷൻ. കൊളോയിഡൽ സൊല്യൂഷനിൽ നിന്നും സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യണം. പ്രോസസ് ഓഫ് റിമൂവിങ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ്. ആ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ് ആണ് അവിടുത്തെ ഇമ്പ്യൂരിറ്റീസ്. സബ്സ്റ്റൻസുകൾ റിമൂവ് ചെയ്യുക ബൈ മീൻസ് ഓഫ് ഡിഫ്യൂഷൻ ത്രൂ എ സ്യൂട്ടബിൾ മെംബ്രെയിൻ. ഒരു സ്യൂട്ടബിൾ മെംബ്രെയിനിലൂടെ ഡിഫ്യൂഷൻ നടന്നിട്ടാണ് ആ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യണത്? റിമൂവ് ചെയ്യണത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ മെംബ്രെയിനുകളായിട്ട് ഉപയോഗിക്കുക പിന്നെ അനിമൽ മെംബ്രെയിൻ, അത് ബ്ലാഡർ, അതേപോലെ പാർച്ച്മെൻറ്റ് ഫിൽട്ടർ പേപ്പർ ഓർ സെല്ലോഫാൻ ബാഗ്. ഇതൊക്കെയാണ് സാധാരണ ഇവിടെ മെംബ്രെയിനായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ എങ്ങനെയാണ് ചെയ്യണത് നോക്കുക. ഈ മെംബ്രെയിൻ്റെ പ്രത്യേകത, കൊളോയിഡൽ പാർട്ടിക്കിൾസ് കനോട്ട് പാസ് ത്രൂ ദ മെംബ്രെയിൻ. കൊളോയിഡൽ പാർട്ടിക്കിളിന് ആ മെംബ്രെയിനിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? പാസ് ചെയ്യാൻ കഴിയില്ല. വെറാസ് അതർ പാർട്ടിക്കിൾ ക്യാൻ പാസ്. കൊളോയിഡൽ പാർട്ടിക്കിളിന് പാസ് ചെയ്യാൻ പറ്റില്ല, അത് വേറെ തന്നെ അവിടെ നിൽക്കും. ബാക്കിയുള്ള പാർട്ടിക്കിൾസൊക്കെ എന്ത് ചെയ്യും? മെംബ്രെയിനിലൂടെ പോകും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കൊളോയിഡൽ സൊല്യൂഷനെ നമുക്ക് അവിടെ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ അത് കിട്ടുന്നത് എന്തായിരിക്കും? പ്യൂരിഫൈഡ് കൊളോയിഡ്സ് ആയിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ദ അപ്പാരച്ചസ് യൂസ്ഡ് ഫോർ ഡയാലിസിസ്. ഡയാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന അപ്പാരച്ചസിൻ്റെ പേരാണ് ഡയലൈസർ എന്നാണ് പേര്. ദ അപ്പാരച്ചസ് യൂസ്ഡ് ഫോർ ഡയാലിസിസ് ഈസ് കോൾഡ് ഡയലൈസർ. ഇതിനുവേണ്ടി നമ്മൾ ചെയ്യണത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു സെല്ലോഫാൻ ബാഗ്, ഒരു മെംബ്രെയിൻ, അതിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കൊളോയിഡൽ സൊല്യൂഷനെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതോട് കൂടെയുള്ള ഇമ്പ്യൂരിറ്റീസും കൂടെ ഉണ്ടാവും. ഒന്നിച്ച് ആ ബാഗിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് അതിങ്ങനെ കെട്ടിവെക്കും. എന്നിട്ട് ആ ബാഗിലൂടെ നല്ല ഹൈ റണ്ണിങ് സ്ട്രീം ഓഫ് വാട്ടർ, നല്ല സ്പീഡിലുള്ള വെള്ളം നമ്മളതിലൂടെ പാസ് ചെയ്യും. വെള്ളം പാസ് ചെയ്യുമ്പോൾ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് അല്ലാത്ത ബാക്കി പാർട്ടിക്കിൾസൊക്കെ എന്ത് ചെയ്യും? ഈ മെംബ്രെയിനിലൂടെ അപ്പുറത്തേക്ക് പോകും. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ ലെഫ്റ്റ് ബിഹൈൻഡ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് മാത്രം ആ ബാഗിൽ അവിടെ ഇങ്ങനെ അവശേഷിക്കും. ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ എന്ത് ചെയ്യും? പാസ് ത്രൂ ദ മെംബ്രെയിനിലൂടെ അപ്പുറത്തേക്ക് പോകും. ഇതാണ് ഡയാലിസിസ് എന്നുള്ള മെത്തേഡിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ദ മോളിക്യൂൾസ് ആൻഡ് അയോൺ ഡിഫ്യൂസ് ത്രൂ മെംബ്രെയിൻ ഇൻ ടു ദ ഔട്ടർ വാട്ടർ ആൻഡ് പ്യുവർ കൊളോയിഡൽ സൊല്യൂഷൻ ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്. അവിടെ തന്നെ ബാക്കി നിൽക്കും. അപ്പോൾ നമ്മളൊന്നുകൂടെ മനസ്സിലാക്കുക. ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസിനെ കൊളോയിഡൽ സൊല്യൂഷനിൽ നിന്നും മെംബ്രെയിനിലൂടെ ഡിഫ്യൂസ് ചെയ്ത് മാറ്റുന്ന പരിപാടി. അത് പ്രോസസ് ഓഫ് റിമൂവിങ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ് ഫ്രം കൊളോയിഡൽ സൊല്യൂഷൻ ബൈ മീൻസ് ഓഫ് ഡിഫ്യൂഷൻ ത്രൂ എ മെംബ്രെയിൻ. മെംബ്രെയിൻ്റെ പ്രത്യേകത എന്താണ്? കൊളോയിഡൽ സൊല്യൂഷന് പാസ് ചെയ്യാൻ പറ്റൂല. ബാക്കി ആറ്റങ്ങൾക്കും അയോണുകൾക്കും മോളിക്യൂളുകൾക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? പാസ് ചെയ്യാൻ പറ്റും. അത്തരം വസ്തുക്കളെയാണ് നമ്മൾ മെംബ്രെയിനായിട്ട് എടുക്കുക. സാധാരണ നമ്മൾ ആരെയാണ് മെംബ്രെയിനായിട്ട് എടുക്കുക? അനിമൽ മെംബ്രെയിൻ, അതായത് ബ്ലാഡർ, അതേപോലെ തന്നെ സെല്ലോഫാൻ ഷീറ്റ്, സെല്ലോഫാൻ ബാഗ് അല്ലെങ്കിൽ സെല്ലോഫാൻ ഷീറ്റ്, അതുപോലെ പാർച്ച്മെൻറ്റ് ഫിൽട്ടർ പേപ്പർ, ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മെംബ്രെയിൻസ്. അവിടെ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞു? കൊളോയിഡൽ പാർട്ടിക്കിൾസിന് പാസ് ചെയ്യാൻ കഴിയില്ല, ബാക്കിയുള്ളവർക്കേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ദ അപ്പാരച്ചസ് യൂസ്ഡ് ഫോർ ഡയാലിസിസ് ഈസ് കോൾഡ് ഡയലൈസർ. നമ്മളെങ്ങനെയാണ് ചെയ്യുക? എ ബാഗ് ഓഫ് സ്യൂട്ടബിൾ മെംബ്രെയിൻ കണ്ടെയ്നിങ് കൊളോയിഡൽ സൊല്യൂഷൻ സസ്പെൻഡഡ് ഇൻ എ വെസൽ ത്രൂ വിച്ച് ഫ്രഷ് വാട്ടർ ഈസ് കണ്ടിന്യൂസ്ലി ഫ്ലോയിങ്. അതിലൂടെ എന്ത് ചെയ്യും? ഫ്രഷ് വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫ്ലോ ചെയ്യും. അപ്പോൾ മോളിക്യൂൾസ് ആൻഡ് അയോൺസ് ഡിഫ്യൂസ് ത്രൂ ദ മെംബ്രെയിൻ ആൻഡ് കൊളോയിഡൽ സൊല്യൂഷൻസ് ലെഫ്റ്റ് ബിഹൈൻഡ്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡയാലിസിസ്. ദെൻ രണ്ടാമത്തെ പ്രോസസ്സാണ് ഇലക്ട്രോ ഡയാലിസിസ്. അതായത് ഡയാലിസിസിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് ഡയാലിസിസിൻ്റെ സ്പീഡ് കൂട്ടുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഇലക്ട്രോ ഡയാലിസിസ്. ഡയാലിസിസ് can be made faster by applying electric field and this process is known as electrodialysis.
ഈ ഇലക്ട്രോ ഡയാലിസിസ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അവിടുത്തെ ഇമ്പ്യൂരിറ്റീസ് എന്തായിരിക്കണം? ഇലക്ട്രോലൈറ്റുകളായിരിക്കണം. ഇമ്പ്യൂരിറ്റീസ് ഇലക്ട്രോലൈറ്റുകളാണെങ്കിൽ മാത്രമേ ഇലക്ട്രോ ഡയാലിസിസ് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അവിടെ ഇലക്ട്രോഡ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദ വാട്ടർ കമ്പാർട്ട്മെൻറ്റ്. ഇലക്ട്രോഡുകൾ നമ്മൾ വെക്കുന്നത് എവിടെയാണ്? വാട്ടർ കമ്പാർട്ട്മെൻറ്റിലാണ് വെക്കുക. ദ അയോൺസ് പ്രസൻറ്റ് ഇൻ ദ കൊളോയിഡൽ സൊല്യൂഷൻ മൈഗ്രേറ്റ് ടു ദ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്സ്. അപ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ അയോൺസ്, അതാണല്ലോ അവിടെ ഇമ്പ്യൂരിറ്റീസ്, അതൊക്കെ ഓപ്പോസിറ്റ് ചാർജ് ഇലക്ട്രോഡിലേക്ക് അത് മൈഗ്രേറ്റ് ചെയ്യും. നമുക്ക് കൊളോയിഡൽ സൊല്യൂഷനെ മാത്രം എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇലക്ട്രോ ഡയാലിസിസ് എന്ന് വിളിക്കുക. പിന്നെ മൂന്നാമത്തെ മെത്തേഡ് നമുക്കറിയാം, അൾട്രാ ഫിൽട്രേഷൻ. അതായത് സാധാരണ ഫിൽട്ടർ പേപ്പറിൻ്റെ ഹോൾസ് കുറച്ച് വലുതായതുകൊണ്ട് അതിലൂടെ കൊളോയിഡൽ സൊല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും? പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഹോൾസ് ഒന്നുകൂടെ ചെറുതാക്കണം. അങ്ങനെ സ്പെഷ്യലി ഡിസൈൻഡ് ഫിൽട്ടർ പേപ്പർ ഉണ്ട്. അതിന് പറഞ്ഞ പേരാണെന്ത്? അൾട്രാ ഫിൽട്ടർ പേപ്പർ. അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡിനെയാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയാം. അത് ദ ഫിൽറ്റേഴ്സ് ആർ പെർമിയബിൾ ടു ഓൾ സബ്സ്റ്റൻസ് എക്സെപ്റ്റ് കൊളോയിഡൽ പാർട്ടിക്കിൾ. കൊളോയിഡൽ പാർട്ടിക്കിളിനല്ലാത്ത ബാക്കി എല്ലാ ഇമ്പ്യൂരിറ്റീസിനും എന്ത് ചെയ്യാൻ പറ്റും? ഫിൽട്ടർ ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു സൈസാണ് ആർക്കുണ്ടായിരിക്കുക? അൾട്രാ ഫിൽട്ടർ പേപ്പറിന് ഉണ്ടായിരിക്കുക. എങ്ങനെയാണ് നമ്മൾ അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉണ്ടാക്കുന്നത്? ദ പോർസ് ഓഫ് ഫിൽട്ടർ പേപ്പർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ഇൻ സൈസ് ബൈ മിക്സിംഗ് വിത്ത് കൊളോഡിയോൺ സൊല്യൂഷൻ. കൊളോഡിയോൺ സൊല്യൂഷനും നോർമൽ ഫിൽട്ടർ പേപ്പറും തമ്മിൽ മിക്സ് ചെയ്യാം. കൊളോഡിയോൺ സൊല്യൂഷൻ നോർമൽ ഫിൽട്ടർ പേപ്പറും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉണ്ടാവുക. എന്താണ് കൊളോഡിയോൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ്. 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ് in a mixture of alcohol and ether. 4% solution of nitrocellulose in a mixture of alcohol and ether. അങ്ങനെയാണ് നമ്മൾ അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉണ്ടാക്കുക. എന്നിട്ട് സാധാരണ പോലെ ഫിൽട്രേഷൻ നടത്തും. ഫിൽട്രേഷൻ നടത്തി കഴിഞ്ഞാലോ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഫിൽട്ടർ പേപ്പറിലൂടെ താഴേക്ക് പോകും. കൊളോയിഡ്സ് മാത്രം എന്ത് ചെയ്യും? ഫിൽട്ടർ പേപ്പറിൻ്റെ മേലെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കും. ആ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ആ വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാം. നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് സ്യൂട്ടബിൾ ഡിസ്പേഷൻ മീഡിയത്തിൽ ലയിപ്പിച്ച് കഴിഞ്ഞാൽ വി ഗെറ്റ് പ്യുവർ കൊളോയിഡ്. അപ്പോൾ അൾട്രാ ഫിൽട്രേഷൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. സാധാരണ ഫിൽട്രേഷൻ തന്നെയാണ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഫിൽട്ടർ പേപ്പർ വ്യത്യാസം വരും. എന്തുകൊണ്ട് ഫിൽട്ടർ പേപ്പറിന് വ്യത്യാസം വരുത്തി? നോർമൽ ഫിൽട്ടർ പേപ്പറിലൂടെ കൊളോയിഡൽ സൊല്യൂഷന് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനേക്കാളും ചെറിയ ഹോൾസ് ഉള്ള ഫിൽട്ടർ പേപ്പർ ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് നോർമൽ ഫിൽട്ടർ പേപ്പറിനെ കൊളോഡിയോൺ സൊല്യൂഷനിൽ മുക്കി വെക്കുക. അപ്പോഴാണ് അൾട്രാ ഫിൽട്ടർ പേപ്പർ കിട്ടുക. കൊളോഡിയോൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ് ഇൻ ആൽക്കഹോൾ ഓർ ഈതർ. ആൽക്കഹോളിലും അല്ലെങ്കിൽ ഈതറിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസിനെയാണ് കൊളോഡിയോൺ സൊല്യൂഷൻ എന്ന് പറയും. അങ്ങനെ നമ്മൾ അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉണ്ടാക്കി ഫിൽട്രേഷൻ നടത്തി then എന്ത് സംഭവിക്കും? ഇമ്പ്യൂരിറ്റീസ് പാസ് ത്രൂ ദ ഫിൽട്ടർ പേപ്പർ ആൻഡ് കൊളോയിഡ്സ് ആർ ലെഫ്റ്റ് ബിഹൈൻഡ്. ഫിൽട്ടർ പേപ്പറിൻ്റെ മേലെ അതിങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുക. ഇനി ടു സ്പീഡപ്പ് ദ പ്രോസസ്സ്, ഈ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി പ്രഷർ ഓർ സക്ഷൻ ഈസ് യൂസ്ഡ്. പ്രഷർ അല്ലെങ്കിൽ സക്ഷൻ പ്രോസസ്സൊക്കെ എന്ത് ചെയ്യാം? ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ അൾട്രാ ഫിൽട്രേഷൻ വളരെ സ്ലോ ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രഷർ ഉപയോഗിക്കാം. ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലെഫ്റ്റ് ഓൺ ദ അൾട്രാ ഫിൽട്ടർ പേപ്പർ ആൻഡ് ദെൻ സ്റ്റിർഡ് വിത്ത് ഫ്രഷ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേർഷൻ മീഡിയവുമായിട്ട് ഷെയ്ക്ക് ചെയ്യുക ടു ഗെറ്റ് എ പ്യുവർ കൊളോയിഡൽ സൊല്യൂഷൻ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? പ്യുവർ കൊളോയിഡൽ സൊല്യൂഷൻ അവിടെ കിട്ടുന്നു. ഇതാണ് അൾട്രാ ഫിൽട്രേഷൻ എന്നുള്ള മെത്തേഡ്. അപ്പോൾ 3 മെത്തേഡാണ് പ്യൂരിഫിക്കേഷൻ ഉള്ളത്: ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ് ആൻഡ് അൾട്രാ ഫിൽട്രേഷൻ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് കൊളോയിഡ്സിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞു. ദെൻ പ്രോപ്പർട്ടിയിലേക്ക് കിടക്കുകയാണ്. കൊളോയിഡ്സിൻ്റെ പ്രധാനപ്പെട്ട ചില പ്രോപ്പർട്ടികൾ. ഫസ്റ്റ് വണ്ണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്.
നമുക്കറിയാം എന്താ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ദ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, നോട്ട് നാച്ചർ ഓഫ് പാർട്ടിക്കിൾ. പാർട്ടിക്കിളിൻ്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കൊളോയിഡാണ്, സ്വാഭാവികമായിട്ടും ട്രൂ സൊല്യൂഷനേക്കാളും പാർട്ടിക്കിൾ സൈസ് വലുതായിരിക്കും. ആ പാർട്ടിക്കിൾ സൈസ് വലുതാവുന്നത് കൊണ്ട് തന്നെ കൊളോയിഡ്സിൻ്റെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ട്രൂ സൊല്യൂഷനേക്കാളും എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം സൈസ് വലുതാവുകയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് എണ്ണം കുറയാണ് ചെയ്യുക. ആ പാർട്ടിക്കിൾ സൈസ് വലുതാവുന്നത് കൊണ്ട് ട്രൂ സൊല്യൂഷനേക്കാളും കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറവായിരിക്കും. ദെൻ ടിൻഡാൽ എഫക്റ്റ്. എന്താ ടിൻഡാൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കൊളോയിഡൽ സൊല്യൂഷനിലൂടെ നമ്മൾ ലൈറ്റ് കടത്തിവിടാണ്. വെൻ എ ബീം ഓഫ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ കൊളോയിഡൽ സൊല്യൂഷൻ ഇറ്റ് സ്കാറ്റേഡ്, ചിന്നിച്ചതറുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ടിൻഡാൽ എഫക്റ്റ് എന്നുള്ളത്. അതിപ്പോൾ ഒരു ട്രൂ സൊല്യൂഷനിലൂടെ നമ്മൾ ലൈറ്റ് കടത്തിവിടുകയാണെങ്കിൽ നേരെ അപ്പുറത്തേക്ക് എത്തും. ബട്ട് കൊളോയിഡൽ സൊല്യൂഷനിലൂടെ നമ്മൾ ബീം ഓഫ് ലൈറ്റ് ഈസ് പാസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നു, അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഡീവിയേഷൻ സംഭവിക്കുക, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ടേക്സ് പ്ലേസ്. ദാറ്റ് ഈസ് കോൾഡ് ടിൻഡാൽ എഫക്റ്റ്. ഈ ടിൻഡാൽ എഫക്റ്റ് എന്നുള്ളത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് മൈക്കൽ ഫാരഡേ ആണ്. ടിൻഡാൽ എഫക്റ്റ് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത ആൾ മൈക്കൽ ഫാരഡേ ആണ്. പിന്നീട് അതിനെപ്പറ്റി ലേറ്റർ സ്റ്റഡീഡ് ബൈ ടിൻഡാൽ. പിന്നെ കൂടുതലായിട്ട് പഠനങ്ങൾ നടത്തിയതാരാണ്, ടിൻഡാലാണ്. അത് തന്നെ ബീം ഓഫ് ലൈറ്റ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ എ കൊളോയിഡൽ സൊല്യൂഷൻ, ദ പാത്ത് ഓഫ് ദ ലൈറ്റ് ഈസ് ഇല്ലുമിനേറ്റഡ്. ദിസ് ഈസ് ഡ്യൂ ടു ടിൻഡാൽ എഫക്റ്റ്. അങ്ങനെ ലൈറ്റ് ഇങ്ങനെ സ്കാറ്ററിങ് ചെയ്യുന്ന സമയത്ത് അവിടെ കിട്ടുന്നൊരു ബ്രൈറ്റ് കോൺ ഉണ്ടാവും. ആ ബ്രൈറ്റ് കോണിനെ പറഞ്ഞ പേരാണ് ടിൻഡാൽ കോൺ. അതിനെ വിളിക്കുന്ന പേര് ടിൻഡാൽ കോൺ എന്നാണ്. പിന്നെ ടിൻഡാൽ എഫക്റ്റ് കാണിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ടിൻഡാൽ എഫക്റ്റ് കാണിക്കാനുള്ള ചില കണ്ടീഷൻസ്: ഒന്ന്, ഡയമീറ്റർ ഓഫ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ ഷുഡ് നോട്ട് ബി മച്ച് സ്മോളർ ദാൻ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ്ഡ്. നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ പാർട്ടിക്കിളിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ സൈസ് പാസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനേക്കാളും ഒരുപാട് ചെറുതാവാൻ പാടില്ല. ദ ഡയമീറ്റർ ഓഫ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ ഷുഡ് നോട്ട് ബി മച്ച് സ്മോളർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ്ഡ്. The diameter of dispersed particle should not be much smaller than the wavelength of the light used. അതേപോലെ രണ്ടാമത്തെ അതിൻ്റെ കണ്ടീഷനാണ് the refractive indices of dispersed phase and dispersion medium should differ greatly in magnitude. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ തമ്മിൽ അളവിൽ, മാഗ്നിറ്റ്യൂഡിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ ടിൻഡാൽ എഫക്റ്റ് കാണിക്കുകയുള്ളൂ. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഫസ്റ്റ് വണ്ണ് ഡയമീറ്റർ ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസും വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, അല്ലേ, നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുമല്ലോ, അതിൻ്റെ വേവ് ലെങ്ത്തിനേക്കാളും ഡയമീറ്റർ ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഒരുപാട് കുറയാൻ പാടില്ല. നോട്ട് മച്ച് സ്മോളർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ്ഡ്. രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ കണ്ടീഷൻ, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ഓർ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഓഫ് ബോത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ഷുഡ് ഡിഫർ ഗ്രേറ്റ്ലി ഇൻ മാഗ്നിറ്റ്യൂഡ്. നല്ല വ്യത്യാസം ഉണ്ടായിരിക്കണം. അത്രയാണ് ടിൻഡാൽ എഫക്റ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. മൂന്നാമത്തത്, നമ്മളെ കൊളോയിഡ്സുകൾ അധികവും കളേഡാണ്. എന്തുകൊണ്ട് കൊളോയിഡുകൾ കളേഡായിട്ട് മാറുന്നു? നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കൊളോയിഡൽ സൊല്യൂഷൻ, the color of colloidal solution depends on wavelength of the light scattered by dispersed particle. അല്ലെ, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് നമ്മൾ പഠിച്ചു. ആ സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൊളോയിഡ്സിൻ്റെ കളർ ഉണ്ടായിരിക്കുക. The color of colloidal solution depends on the wavelength of light scattered by dispersed particle. പിന്നെ the wavelength of light depends on the size and nature of particle. ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിളിൻ്റെ സൈസിനെയും നാച്ചറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ഉണ്ടാവുക. ഈ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനനുസരിച്ചാണ് എന്തുണ്ടാവുക, കളർ ഉണ്ടായിരിക്കുക.
color of colloidal solution also changes with the manner in which observer receives the light. നോക്കുന്ന ആൾ ഏത് ലൈറ്റിനെയാണ് ഒബ്സർവ് ചെയ്യണത് അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആ കൊളോയിഡൽ സൊല്യൂഷൻ്റെ കളറിൽ എന്ത് ചെയ്യാം, വ്യത്യാസങ്ങൾ വരാം. ഇതൊക്കെയാണ് കളറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ കളർ എങ്ങനെ കിട്ടുന്നു? കളർ കിട്ടുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് സ്കാറ്റേർഡ് ബൈ ദ പാർട്ടിക്കിൾ. ഓക്കെ, നാലാമത്തെ പ്രോപ്പർട്ടിയാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പവർഫുൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ കൊളോയിഡൽ സൊല്യൂഷനുകൾ എപ്പോഴും മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. ഒരു ഓർഡർ ഇല്ലാതെയാണ് മൂവ് ചെയ്യുക. സിഗ്സാഗ് മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ അണ്ടർ എ പവർഫുൾ മൈക്രോസ്കോപ്പ് ഇറ്റ് ഈസ് കോൾഡ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. സിഗ്സാഗ് മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് കോൾഡ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റ്, കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ നാച്ചർ ഓഫ് ദ കൊളോയിഡ് ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് പാർട്ടിക്കിൾ ആൻഡ് വിസ്കോസിറ്റി ഓഫ് ദ സൊല്യൂഷൻ. ഈ മൂവ്മെൻറ്റ് കൊളോയിഡിൻ്റെ നാച്ചറിനൊന്നും ഡിപ്പെൻഡ് ചെയ്യണില്ല, പക്ഷെ ആരെ ഡിപ്പെൻഡ് ചെയ്യും? സൈസ് ഓഫ് പാർട്ടിക്കിൾ. കൊളോയിഡിൻ്റെ നേച്ചർ ഡിപ്പെൻഡ് ചെയ്യണില്ലെങ്കിലും അതിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഏത് സൊല്യൂഷനിലാണോ ആ സൊല്യൂഷൻ്റെ വിസ്കോസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യും. അവ സ്വാഭാവികമായിട്ടും സൈസ് ചെറുതും അതേപോലെ തന്നെ സൊല്യൂഷൻ്റെ വിസ്കോസിറ്റി വളരെ കുറവുമാണെങ്കിൽ വളരെ ഫാസ്റ്ററായിട്ട്, സ്മോളർ ദ സൈസ് ആൻഡ് ലെസ്സർ ദ വിസ്കോസിറ്റി ഫാസ്റ്റർ ദ മോഷൻ, ആ മൂവ്മെൻറ്റ് വളരെ സ്പീഡിൽ നടക്കുന്നു. ബ്രൗണിയൻ മൂവ്മെൻറ്റ് അറൈസസ് ഡ്യൂ ടു ദ ഇമ്പാക്റ്റ് ഓഫ് ഡിസ്പേർഷൻ മീഡിയം ഓൺ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേർഷൻ മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസും ഏതാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ ബ്രൗണിയൻ മൂവ്മെൻറ്റിൽ എന്ത് ചെയ്യാം, അതിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ വരാം. ഇത്രയാണ് നമുക്ക് ബ്രൗണിയൻ മൂവ്മെൻറ്റിൽ പഠിക്കാനുള്ളത്. 4 പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അത് കൊളോയിഡ്സിൻ്റെ സൈസ് ട്രൂ സൊല്യൂഷനേക്കാളും കൂടുതലായതുകൊണ്ട് കൊളോയിഡ്സിൻ്റെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ലോവർ ദാൻ ട്രൂ സൊല്യൂഷൻ. വാട്ട് ഈസ് ടിൻഡാൽ എഫക്റ്റ്? ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് when light is passed through a colloidal solution. Then color of colloid is due to the wavelength of scattered light. Brownian movement, the zigzag movement of colloidal particle, that is called Brownian movement.